ഹലോ എവരി വൺ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഡാം പ്രൂഫിനെ പറ്റിയിട്ടായിരുന്നു. DPC ഡാം പ്രൂഫ് കോഴ്സ്. അപ്പം അതിൽ ഡാംനെസ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഡാം പ്രൂഫിന് അല്ലെങ്കിൽ DPCക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അതിൻ്റെ യൂസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഐഡിയൽ ഡാം പ്രൂഫിംഗ് മെറ്റീരിയൽ, ഡാം പ്രൂഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഉണ്ടായിരിക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഡ്യൂറബിൾ ആയിരിക്കണം. വേണ്ടേ, നമ്മൾ എന്ത് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഡ്യൂറബിൾ ആയിരിക്കണം എന്നാണ് ആദ്യത്തെ പോയിന്റ് പറയാനുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് റിമെയിൻസ് സ്റ്റഡി. സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഠിക്കുക എന്നുള്ള മീനിങ് അല്ല കേട്ടോ. സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ആയിരിക്കണം, മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവരുത്, അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഇതാണ് സ്റ്റഡി എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിങ്, അത് മാറിപ്പോവാൻ പാടില്ല. നെക്സ്റ്റ് വൺ, പെർഫെക്റ്റ്ലി ഇംപെർവിയസ്. അടുത്ത പോയിന്റ് ആണ് പെർഫെക്റ്റ്ലി ഇംപെർവിയസ്. ഇംപെർവിയസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് പെർവിയസ് എന്ന് അറിയണം അല്ലേ? ആക്ച്വലി ഇംപെർവിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദൃശ്യമായിരിക്കും. അപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ എന്തിനാണ് DPC കൊടുക്കുന്നത്? അതിൽ ഡാംനെസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഈർപ്പം അല്ലേ? ഡാംനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർപ്പം വരാതിരിക്കാനും ബിൽഡിംഗ് കേട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ DPC കൊടുക്കുന്നത്. അപ്പോൾ അത് ഇംപെർവിയസ് ആയി, നമുക്കറിയാം നമ്മളെ വീട് നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹെയ്സ്തെറ്റിക്, അതായത് ആർക്കിടെക്ചറൽ വ്യൂ ആയിരിക്കും അല്ലേ? കാണാൻ നല്ല ഭംഗിയായിട്ടായിരിക്കും നമ്മളൊക്കെ വീട് ഉണ്ടാക്കുന്നത്, വീടല്ലെങ്കിൽ എന്ത് ബിൽഡിംഗ് ആയാലും. അപ്പോൾ ഏതൊരു സ്ട്രക്ചറും എന്താണ് ഭംഗിയിലായിരിക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, സ്ട്രെങ്ത്തിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഈ DPC കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അവിടെ പോകാൻ പാടില്ല അല്ലേ? അപ്പോൾ DPC എപ്പോഴും ഇംപെർവിയസ് ആയിരിക്കണം, അദൃശ്യമായിരിക്കണം. അവിടെ ആ സംഭവം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഭംഗി പോയി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാത്തിൻ്റെയും പോലെ തന്നെ അതിന് ഒരു ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, നന്നായിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കണം, ചീപ്പായിരിക്കണം. ചീപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചീപ്പ് റേറ്റിന് കിട്ടണം, അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് എളുപ്പം കിട്ടണം. നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് DPC കൊടുക്കാൻ നേരത്ത് വേറെ എവിടെയെങ്കിലും ഉള്ള മെറ്റീരിയലിന് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നീണ്ടു പോകും അല്ലേ? അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആണ് പോസിബിൾ ടു ക്യാരി ഔട്ട് ലീക്ക് പ്രൂഫ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജോയിൻറ്റ്, നമ്മൾ പല ടൈപ്സ് ജോയിൻസ്, വാളിൻ്റെ ഒക്കെ ജോയിൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്താണ് പാരപ്പറ്റും റൂഫും തമ്മിലുള്ള ജോയിൻറ്റ്, അവിടെയൊക്കെയാണ് നമുക്ക് ഈ ഡാംനെസ് വരാനുള്ള ചാൻസ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തായിരിക്കണം, ലീക്ക് പ്രൂഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. അതുപോലെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്, സാൾട്ടും അതേപോലെ സൾഫേറ്റ്സ് കണ്ടൻറ്റ്, ക്ലോറൈഡ് കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കാലാവസ്ഥ ചേഞ്ച് ആവുന്ന സമയത്ത് അതിൽ പൂപ്പൽ പോലെ എഫ്ലോറസെൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മെറ്റീരിയൽസ് ഫോർ ഡാം പ്രൂഫിംഗ്. ഓക്കെ, മെറ്റീരിയൽസിനകത്ത് ആദ്യത്തെ മെറ്റീരിയലാണ് ബിറ്റുമിൻ. ബിറ്റുമിൻ എന്ന് പറയുന്നത് ടാറ് പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് അത്രയും വിസ്കസ് ആയിരിക്കും, അതായത് കട്ടി ഉണ്ടായിരിക്കും. ടാറ് പോലെ തന്നെയാണ് കാണാനും, ബ്ലാക്കിഷ് ആയിട്ടുള്ള കളറായിരിക്കും. അതുപോലെ തന്നെ അത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്നാണ് അത് നമുക്ക് കിട്ടുന്നത്.
ഓക്കെ, അതാണ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മാസ്റ്റിക് അസ്ഫാൾട്ട്. അടുത്ത മെറ്റീരിയലാണ് മാസ്റ്റിക് അസ്ഫാൾട്ട്. ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് ഇനി ഓരോ മെത്തേഡ്സ് പറയുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ബിറ്റുമിൻ എന്ന് പറയുന്നത് ഒരു ടാർ ലൈക്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ടാർ പോലെ തന്നെയാണ് കാണാനിരിക്കുന്നത്. നമ്മൾ റോഡിൻ്റെ ഒക്കെ ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്, കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ മെറ്റീരിയൽ. ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല. അതായത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഷേപ്പ് ചെയ്ത് മൗൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും, വേറെ വേറെ ഷേപ്പിലേക്ക് മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന ടൈപ്പാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി അപ്ലൈഡ് വിത്ത് എ മിനിമം തിക്നെസ് ഓഫ് 3 mm എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 mm നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, ബിറ്റുമിൻ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ബെഡിങ് ഓഫ് കോൺക്രീറ്റ് ഓർ മോർട്ടാർ. കോൺക്രീറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്താ മോർട്ടാറിൻ്റെ മുകളിലോ ആണ് നമ്മൾ ബിറ്റുമിൻ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ബിറ്റുമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, മാസ്റ്റിക് അസ്ഫാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. മാസ്റ്റിക് അസ്ഫാൾട്ട് എന്ന് പറയുന്നത് നമ്മളെ ബിറ്റുമിൻ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് കണ്ടോ. നമ്മളിപ്പോൾ റൂഫിലാണ് ഡാംനെസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ റൂഫിൻ്റെ മുകളിൽ എന്താണ് ഈ ബിറ്റുമിനസ് മെറ്റീരിയൽ ഇതാ ഈ ഫിഗറിൽ കണ്ടില്ലേ. അതെ, നമ്മൾ സാധാരണ മോർട്ടാർ കൊടുക്കുന്ന പോലെ ആ ഒരു ബിറ്റുമിനസ് മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല അപ്പിയറൻസ് ആണ് അല്ലേ, ഗുഡ് അപ്പിയറൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. മാസ്റ്റിക് അസ്ഫാൾട്ട് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബിറ്റുമിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ബിറ്റുമിനിൽ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. സ്റ്റോൺസ്, അതുപോലെ ഫൈൻ അഗ്രിഗേറ്റ്. സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റ്സും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് കൊടുക്കുന്നതിനെയാണ് മാസ്റ്റിക് അസ്ഫാൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് സെമി റിജിഡ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിറ്റുമിൻ ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ ഇതെന്തായി പകുതി റിജിഡായി, കാരണം നമ്മൾ ഇതിനകത്ത് സ്റ്റോൺസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്, കംപ്ലീറ്റ്ലി ഇംപെർവിയസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളെ മാസ്റ്റിക് അസ്ഫാൾട്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, അടുത്ത മെറ്റീരിയലാണ് ബിറ്റുമിനസ് ഫെൽറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇതിനകത്ത് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ ഫിഗറിൽ കാണുന്ന പോലെ തന്നെയാണ് ഇത്. നമ്മളെ ബിറ്റുമിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ എന്താണ് ബിറ്റുമിൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഷീറ്റാണ് ബിറ്റുമിനസ് ഫെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റോൾഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊരു എന്താണ് നല്ല മെത്തേഡാണ്. ഇതിന് കൂടുതൽ നമുക്ക് എന്താണ് മെനക്കെടൊന്നുമില്ല, ഓൾറെഡി റോൾഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് കാസ്റ്റ് ഇൻ സിറ്റു അല്ല, പ്രീ കാസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് സംഭവം. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ദിസ് ഈസ് എ വെരി ഫ്ലെക്സിബിൾ മെറ്റീരിയൽ. കണ്ടോ, നമുക്ക് റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ വേരിയസ് വാൾ തിക്നെസ്സിൽ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും, പല ടൈപ്പുള്ള വാൾ തിക്നെസ്സിൽ. അത് നമുക്ക് എന്താണ് കടയിൽ നിന്നൊക്കെ അങ്ങനെ തന്നെയാണ്, ഷോപ്പിൽ നിന്ന് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി, നമ്മുടെ എവിടെയാണോ ഡാംനെസ് ഉള്ളത് അവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, വിരിച്ചു കൊടുത്താൽ മതി അല്ലേ. ഷീറ്റൊക്കെ ഇടാറില്ലേ നമ്മൾ, അതേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം, ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ അടുത്തത് ഇടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ആ ജോയിൻസിൽ കൂടെ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ ജംഗ്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഓവർലാപ്പ് കൊടുക്കുക. അപ്പോൾ അവിടെ എന്താണ് ഇറ്റ് ഈസ് ഫുൾ വിഡ്ത്ത് ഓവർലാപ്പ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ആംഗിൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 10 cm ഒക്കെയാണ് എന്ത് വരുന്നത്, ഓവർലാപ്പ്
കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ബിറ്റുമിനസ് ഫെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മെറ്റൽ ഷീറ്റ്സ്. മെറ്റൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള മെറ്റൽസ് അറിയാം അല്ലേ. മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഹങ്ങളാണ്. അപ്പോൾ ലോഹങ്ങൾ ഏതൊക്കെയാണ് അറിയുന്നത്? നമ്മൾ പല ടൈപ്പ് ലോഹങ്ങളുണ്ട്. കൂടുതലും നമ്മൾ അലുമിനിയം, ഇരുമ്പൊക്കെയാണ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡ്, കോപ്പർ, അലുമിനിയം, ഈ 3 ടൈപ്പ് മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ലെഡ്, കോപ്പർ, അലുമിനിയം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ലെഡ് ഷീറ്റ്സ് ആർ ക്വയറ്റ് ഫ്ലെക്സിബിൾ ആൻഡ് thickness should be such that its weight is not less than 20 kilogram per meter square. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ലെഡിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. ലെഡ് ഷീറ്റിൻ്റെ വെയിറ്റ് 20 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിന് താഴെ ആവാൻ പാടില്ല. അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിറ്റുമിനസ് ഫെൽറ്റിനെ പറ്റി പറഞ്ഞില്ല, അതേപോലെ എന്താണ് ഒരു ഷീറ്റാണ്, അത് വിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെയാണ് കോപ്പറിൻ്റെത്. കോപ്പറിൻ്റെ ഷീറ്റിൻ്റെ പ്രത്യേകത 3 mm തിക്കിലാണുള്ളത്. നെക്സ്റ്റ് വൺ അലുമിനിയം ഷീറ്റ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അലുമിനിയം ഷീറ്റ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ അലുമിനിയം ഷീറ്റ്സ് ആണ് കണ്ടിട്ടുള്ളതെങ്കിലും ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് കോപ്പർ ഷീറ്റും ലെഡ് ഷീറ്റുമാണ്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഒന്നെന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഷീറ്റ്സ് ആൻഡ് ബിറ്റുമിനസ് ഫെൽറ്റ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബിറ്റുമിനസ് ഫെൽറ്റ് റോൾ ചെയ്ത് വെച്ച് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും അതേപോലെ തന്നെ ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള അലുമിനിയം ഷീറ്റ്, ലെഡ് ഷീറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ലെഡ് ഷീറ്റാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഷീറ്റ് ആൻഡ് ബിറ്റുമിനസ് ഫെൽറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതായത് 2 ബിറ്റുമിനസ് ഫെൽറ്റ് എടുക്കുക, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ്, ലെഡ് ഫോയിൽസ്, ലെഡ് ഷീറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡാംനെസ് ഉള്ളിടത്താണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ്, അപ്പോൾ അതിന് പറയുന്ന പേരാണ് ലെഡ് കോർ. ഓക്കെ, ഇത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് ഏറ്റവും ഈസിലി ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള ഡാം പ്രൂഫ് മെറ്റീരിയൽ ആണ് പറഞ്ഞിട്ടുള്ളത്, ബ്രിക്സ്. അപ്പോൾ എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ലെസ് ദാൻ 4.5%. ഓക്കെ, 4.5% വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ലെസ് ദാൻ, കുറയാൻ പാടില്ല, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വാട്ടർ അബ്സോർപ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ബ്രിക്സിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ്, എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്, അതിന് എത്രത്തോളം വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ ബ്രിക്സ് ആണ് യൂസ് ചെയ്യുക. ഏതൊക്കെയാണ് സ്പെഷ്യൽ ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിങ് ക്ലോസർ, ക്യൂൻ ക്ലോസർ, അതുപോലെ തന്നെ മൈട്രഡ് ക്ലോസർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് സ്പെഷ്യൽ ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് സ്പെഷ്യൽ ബ്രിക്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സ്പെഷ്യൽ ബ്രിക്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. കിങ് ക്ലോസർ, ക്യൂൻ ക്ലോസർ, അങ്ങനത്തെ സ്പെഷ്യൽ ബ്രിക്സ് വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ലെസ് ദാൻ 4.5%. അതുപോലെ നമുക്ക് സ്റ്റോൺസ് യൂസ് ചെയ്യാം. നമ്മൾ ബ്രിക്കിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലാണ് നമ്മൾ സ്പെഷ്യൽ ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റോൺസിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡാംനെസ് ഉള്ള ഭാഗത്ത് സ്റ്റോൺസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസ് ആൻഡ് സൗണ്ട് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈലി ഡെൻസ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. വാട്ടറിനെ എന്താണ് കടത്തി വിടാത്ത മെറ്റീരിയൽ, അങ്ങനത്തെ ടൈപ്പ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ എന്താണ്, ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ആണ് ഏറ്റവും ഗുഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. സ്ലേറ്റ്സ് ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഗ്രാനൈറ്റ് ആൻഡ് സ്ലേറ്റ്സ് ഒക്കെ അതൊക്കെ ഇഗ്നിയസ് റോക്സ് ആണ്. നാച്ചുറലി നമ്മുടെ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ എന്താണ് എക്സ്ട്രാ മിക്സ് ഒന്നും ചേർക്കുന്നില്ല. ഓക്കെ, പ്യുവർ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. അതാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, DPC ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മോർട്ടാർ.
അപ്പോൾ 1:3 ഉള്ള മോർട്ടാറാണ് നമ്മൾ DPCക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. എന്താണ്, സിമെൻറ്റിങ് മോർട്ടാർസ് യൂസ് ചെയ്ത് എവിടെയാണോ ലീക്കേജ് ഉള്ളത് ആ ഭാഗത്ത് അടച്ചു കൊടുക്കുന്ന പരിപാടി അതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരുപാട് ഡാംനെസ് ഉള്ളിടത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രിക്സ് ആയാലും സ്റ്റോൺസ് ആയാലും മോർട്ടാർ ആയാലും ഒരുപാടുള്ളിടത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ചെറിയ ചെറിയ ഡാംനെസ് ഉള്ളിടത്ത് മാത്രമാണ് പ്രയോഗിക്കുക. ബാക്കിയുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് മെറ്റീരിയൽസ് ഫോർ ഡാം പ്രൂഫിങ്ങിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ഓഫ് ഡാം പ്രൂഫിങ്. നമ്മൾ ഇത്ര നേരം മെറ്റീരിയൽസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇനി എന്തൊക്കെ മെത്തേഡാണ് ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഈ ഡാം പ്രൂഫിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഇൻ്റഗ്രൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇൻ്റഗ്രൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യാണ്, മെറ്റീരിയൽ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്ര നേരം കണ്ടിട്ടുണ്ടായിരുന്നത് എന്താണ്, എവിടെയാണോ ഡാംനെസ് ഉള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്, ആ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാണ്. പക്ഷെ ഇവിടെ എന്താണ്, വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തന്നെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് വൺ ചോക്ക്, അതുപോലെ തന്നെ ടെയിൽ, ഫില്ലേഴ്സ്, എർത്ത്. ഈ ടൈപ്പ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളെ കോൺക്രീറ്റ് മോർട്ടാർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്ത് അതുപോലെ മോർട്ടാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മോർട്ടാർ ഉണ്ടാക്കുന്നത്? മോർട്ടാർ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ, തേപ്പ്. അപ്പോൾ നമുക്കറിയാം വാൾസിലൊക്കെ എന്താണ് ഡാംനെസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ മോർട്ടാറിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ റൂഫിലും ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റിൽ ചോക്ക്, ഫില്ലേഴ്സ്, എർത്ത് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ആണ് പുഡ്ലോ, ഇംപ്രമോ. അങ്ങനത്തെ ടൈപ്പ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, വാട്ടറിൽ തന്നെ ഡയല്യൂട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോൺക്രീറ്റിലോ അല്ലെങ്കിൽ മോർട്ടാറിലോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൽ. മറ്റേ ചോക്ക്, ടെയിൽ ഓർ ഫില്ലേഴ്സ്, എർത്ത് എന്ന് പറയുന്ന സംഭവങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോൺക്രീറ്റിലേക്ക് അല്ലെങ്കിൽ മോർട്ടാറിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുഡ്ലോ, ഇംപ്രമോ എന്നൊക്കെ പറയുന്ന വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് നമ്മുടെ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അത് ഡയല്യൂട്ടഡ് ആക്കിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റിലേക്കോ അല്ലെങ്കിൽ മോർട്ടാറിലേക്കോ കൊടുക്കുന്നത്. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ടൈപ്പ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടാണ് എന്തെന്ന് പറയുന്നത്, സോപ്പ് സൊല്യൂഷൻ. നമ്മുടെ സോപ്പും വെള്ളം അല്ലേ, അതുപോലെ തന്നെ കാൽസ്യം ആൻഡ് പെട്രോളിയം ഓയിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റഗ്രൽ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. എന്താണ്, അപ്പോൾ ഇത് സോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ കാൽസ്യം ആൻഡ് പെട്രോളിയം ഓയിൽസോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ റിപ്പല്ലൻ്റ് ആണ്, വാട്ടറിനെ പ്രതിരോധിക്കും, റിപ്പല്ലൻ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻ്റഗ്രൽ ട്രീറ്റ്മെൻറ്റിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, സർഫസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എവിടെയാണോ ഡാംനെസ് ഉണ്ടാകുന്നത് ആ ഒരു സർഫസിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, DPC അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, joints in brickwork or stonework are pointed or the surface is plastered.
അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. എന്താണ്, ബ്രിക്ക് വർക്കിലോ അല്ലെങ്കിൽ സ്റ്റോൺ വർക്കിലോ എവിടെയാണ് ജോയിൻസ് വരുന്നത് ആ ഭാഗം എന്ത് ചെയ്യാണ്, പോയിന്റിങ് ചെയ്യുക. പോയിന്റിങ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രിക്കിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ജോയിൻസ് വരുന്ന ഭാഗത്ത് നമ്മൾ മോർട്ടാർ ഫില്ല് ചെയ്തിട്ടാണ് ഒരു ബ്രിക്കിൻ്റെ മുകളിൽ അടുത്ത ബ്രിക്ക് വെക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ എന്താണ്, ഗ്യാപ്പ് ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് മോർട്ടാർ ഫില്ല് ചെയ്താലും കഴിഞ്ഞാലായിരിക്കും നമുക്ക് മനസ്സിലാവുക എക്സ്റ്റേണൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്ത് കൊടുക്കും, ഒന്നുകിൽ ലൈം വെച്ചിട്ടോ അല്ലെങ്കിൽ സിമെൻറ്റ് ഗ്രൗട്ട് വെച്ചിട്ടോ അതിനെ ഫില്ല് ചെയ്ത് കൊടുക്കും, അടച്ചു കൊടുക്കും. അതിനെയാണ് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, ആ സർഫസിനെ പ്ലാസ്റ്ററിങ് ചെയ്യും. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, ബ്രിക്ക് വർക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റോൺ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യും. അതിൻ്റെയൊക്കെ എന്താണ് കാര്യം, ഒന്ന് അപ്പിയറൻസ്, നല്ല അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഇതുപോലെ തന്നെ ഡാംനെസ് ഉണ്ടാവരുത്, നമ്മുടെ മെറ്റീരിയൽ നനയാൻ പാടില്ല, അതൊക്കെയാണ്. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഡാംനെസ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെറ്റീരിയൽ ആയിട്ട് DPC കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, പെയിൻറ്റ്സ് വെച്ച് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഓയിൽ, വാക്സസ് ആൻഡ് സോപ്പ് സൊല്യൂഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സർഫസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, പെയിൻറ്റ്സ്, ഓയിൽസ്, വാക്സസ് ആൻഡ് സോപ്പ് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് ആണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പെയിൻറ്റും അതുപോലെ സിമെൻറ്റും ഒക്കെ ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡാം പ്രൂഫ് കോഴ്സ് ആയിട്ടാണ്, വെർട്ടിക്കൽ DPC ആയിട്ടാണ്. അത് ഓർത്ത് വയ്ക്കുക. പെയിൻറ്റ് ആൻഡ് സിമെൻറ്റ് ആർ ആക്ട് ആസ് വെർട്ടിക്കൽ DPC. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സോഴ്സ്, അതായത് എവിടെ നിന്നാണോ വാട്ടർ വരുന്നത്. ഞാനൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡാംനെസ് വരാനുള്ള ഒരു ചാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിൽഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പ്സ്, പ്ലംബിംഗ് പൈപ്പ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ചുമരുമ്മ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള വെച്ചിട്ടുള്ള പ്ലംബിംഗ് പൈപ്പ്സിൽ എന്താണ്, ജോയിൻസിൻ്റെ ഭാഗത്തൊക്കെ ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. കുറേ കാലം കഴിയുമ്പോൾ ലീക്കേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എന്താണ്, നമ്മുടെ ആ പൈപ്പും ആ പൈപ്പിൻ്റെ ജോയിൻറ്റും അതേപോലെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഭാഗവും തമ്മിൽ കൂട്ടി ചേർന്ന് നിൽക്കുന്നുണ്ടായി, ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ആ വെള്ളം വരുമ്പോൾ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽ കേടുവരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഈ പറഞ്ഞ വാട്ടർ റിപ്പല്ലൻ്റ് മെറ്റീരിയൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു വാട്ടർ റിപ്പല്ലൻ്റ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാൽസ്യം ആൻഡ് പെട്രോളിയം ഓയിൽ. കാൽസ്യം ഓയിൽ ആവാം, അല്ലെങ്കിൽ പെട്രോളിയം ഓയിൽ ആവാം, സോപ്പ് സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ പെയിൻറ്റ്സ് തന്നെ ആവാം. നിങ്ങൾ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചില പൈപ്പ്സിൻ്റെ അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ജോയിനിങ്ങിൻ്റെ ഭാഗത്ത്. ഓക്കെ, ജോയിൻസ് ഉള്ളത് എവിടെയാണോ അവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് എന്താണ്, ആക്ച്വലി നമ്മളെ DPC ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഡാംനെസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ്സ് ഓഫ് ഡാം പ്രൂഫിങ്ങിൽ 3 മെത്തേഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇൻറ്റഗ്രൽ ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ സർഫസ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ് എന്നുള്ളത്. വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് അതുപോലെ വാട്ടർ റിപ്പല്ലിംഗ് മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെയിൻറ്റ്സും അതുപോലെ സിമെൻറ്റും ഒക്കെ ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ DPC ആയിട്ടാണ് എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, അടുത്ത ട്രീറ്റ്മെൻറ്റ്സ്. താങ്ക് യു ഓൾ.